നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ തേനിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നീറ്റ് 2024 ഉന്നത വിജയം നേടിയ ഫാത്തിമ ജുബ്ന എന്ന് പറഞ്ഞ കുട്ടിയുടെ ഒപ്പമാണുള്ളത്. അവരുടെ പേരൻസും കൂടെയുണ്ട്. നീറ്റിന്റെ ഈ സ്കോർ വന്നപ്പോൾ മോക്ക് എന്താ തോന്നി ആ സമയം? സന്തോഷം തോന്നി. സാർ, കുട്ടി പഠിക്കുന്ന കാര്യത്തിലൊക്കെ എങ്ങനെയായിരുന്നു? ഹൈസ്കൂൾ മുതലേ നന്നായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. പിന്നെ നീറ്റിൽ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു കിട്ടില്ല എന്നുള്ളൊരു ഭയണ്ടായിരുന്നു. ഫസ്റ്റില് വീണ്ടും അവള് എഴുതി നല്ല മാർക്കോട് കിട്ടി പാസ്സായി. അവള് കഷ്ടപ്പെട്ടതിന് നമുക്ക് നല്ല മാർക്കിനോട് എഴുതി വിജയിച്ച്. 10ാം ക്ലാസ്സിലും ഫുൾ A+ ആയിരുന്നു. +1 +2 ഫുൾ A+ തന്നെയായിരുന്നു. പഠിക്കാൻ അവൾ നല്ലോണം ശ്രമിക്കും. കിട്ടിയതിൽ സന്തോഷം. ഫാത്തിമ, ഫാമിലി വേറെ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടോ? എൻ്റെ സിസ്റ്റർ ഒരാള് ഡോക്ടറാണ്. ഓക്കെ. മോക്ക് ഈ ഒരു അംബിഷൻ, അതായത് ഡോക്ടർ ആകണം എന്നുള്ള ആഗ്രഹം എങ്ങനെ തുടങ്ങി? അത് എനിക്ക് ഡെർമറ്റോളജി ഇഷ്ടമാണ്. അപ്പം ഒന്ന് നോക്കിയൊക്കെ വെച്ചിട്ട് ഡോക്ടറാണെന്ന് ഭയങ്കര ആഗ്രഹത്തോടെ ഒന്നൊന്നല്ല. നീറ്റ് കുറച്ച് ടഫാണ്, അപ്പൊ ഒന്ന് ട്രൈ ചെയ്യണം. സാർ, എന്തുകൊണ്ടാണ് ബ്രില്യന്റ് ചൂസ് ചെയ്തത്? അവള് നേരത്തെ തന്നെ അവിടെ പോകണമെന്ന് പറഞ്ഞിരുന്നേ. ദൂരെ വിടാനുള്ളത് ആലോചിച്ചിട്ട് ഫസ്റ്റ് പ്രാവശ്യം വിട്ടില്ല. രണ്ടാമത്തെ പ്രാവശ്യം അതിന്റെ ക്യാമ്പസ് നല്ലതെന്ന് തോന്നി അങ്ങനെ വിട്ടു. പിന്നെ കൂടെയുള്ള പഠിച്ചൊരു കുട്ടി അവിടെ ഉണ്ട്. നേരത്തെ അവള് ഫസ്റ്റ് ഇയർ തന്നെ അവിടെ പോയി. ഇവള് സെക്കൻഡ് റിപ്പീറ്റിനാണ് അവിടെ വന്നത്. മോളെ, ബ്രില്യന്റിലെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? ബ്രില്യന്റിൽ ഞാൻ മാരിഗോൾഡ് ഹോസ്റ്റലിലായിരുന്നു. എൻ്റെ റൂംമേറ്റ്സ് എല്ലാം ഭയങ്കര സപ്പോർട്ട് ചെയ്യായിരുന്നു. പിന്നെ അവിടെ നമുക്ക് ഒരുപാട് ലൈബ്രറി ഫെസിലിറ്റി, നമുക്ക് ഇഷ്ടമുള്ള ബുക്ക്, എല്ലാ ബുക്കും അവിടെ ഉണ്ടായിരുന്നു. AC സ്റ്റഡി ഹാളും AC അല്ലാത്തതും. പിന്നെ നമുക്ക് പുറത്തു പോയിരുന്നു പഠിക്കാനോ ഒക്കെ പറ്റുമായിരുന്നു. പിന്നെ ക്യാമ്പസിന്റെ തൊട്ടടുത്തായതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് റെഫറൻസിൽ ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേണമെങ്കിൽ പോകാൻ ചെയ്യാം. നല്ലൊരു സുഖമുള്ള ഇതായിരുന്നു. പഠിക്കാൻ നമുക്ക് എങ്ങനെ ഇരുന്നാലും അവിടെ പഠിക്കാൻ പറ്റും. ടീച്ചേഴ്സും ഫാക്കൽറ്റിയൊക്കെ? ടീച്ചേഴ്സ് എല്ലാം ഫുൾ നമ്മൾക്ക് എപ്പോഴും പറഞ്ഞു തരും. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോഴും പോവാം. അവരെപ്പോഴും അവൈലബിൾ ആയിരിക്കും അവിടെ. ഫാക്കൽറ്റീസിന്റെ റൂമിൽ അവരെന്തായാലും ഉണ്ടാവും. ആരെങ്കിലും ഒക്കെ ആയിട്ട് നമുക്ക് എപ്പോഴും പറഞ്ഞു തരും. ടൈമൊന്നും പ്രശ്നമല്ല. ബ്രില്യന്റിലെ മോഡൽ എക്സാംസ്, വീക്ക്ലി എക്സാംസ്, അതൊക്കെ എങ്ങനെയോ എല്ലാം അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നോ? മാർക്കൊക്കെ ഉണ്ടായിരുന്നോ? സ്കോർ എല്ലാ എക്സാം അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. തുടക്കത്തിലൊക്കെ മാർക്ക് കുറച്ച് കുറവായിരുന്നു. പിന്നെ അത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനും കൂടെയുള്ളവരെ മാർക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാനും ഇതൊരു ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരുന്നു. കൂടെയുള്ള എല്ലാവരും നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ഈ ലേണിംഗ് ആപ്പ് ഞാൻ ഡൗട്ടിന് വേണ്ടിയിട്ടായിരുന്നു അധികം ഉപയോഗിക്കാറ്. പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതിൽ. നമുക്ക് സുഖമായിട്ട് എല്ലാ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ലെവലായിട്ടായിരുന്നു അത്. level 1, level 2, ഹാർഡ് ലെവല്. അപ്പൊ നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുമായിരുന്നു നമ്മളെവിടെ തെറ്റി. അതിലും ഇനി മോളുടെ അഡ്മിഷൻ എടുക്കാൻ ഡ്രീം ക്യാമ്പസ് എവിടെയാ? ഞാൻ പഠിക്കുമ്പോൾ വിചാരിച്ചത് വീടിന്റെ അടുത്തുള്ള കോളേജ്. അപ്പം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോടാണ് താല്പര്യം. ഓക്കെ. അപ്പം മോക്ക് ഡ്രീം ആയിട്ടുള്ള ക്യാമ്പസ് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഇത്രയും നേരം ഞങ്ങളുടെ ഒപ്പം സമയം ചെലവഴിച്ചതിന് പേരൻസിനും നന്ദി പറയുന്നു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.